അമീനയ്ക്കാണ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഈ ദിവസമാണ് നമ്മൾ കണ്ടുമുട്ടിയത് ആദ്യമായിട്ട്. ശരിയല്ലേ? അന്നാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇന്ന് ഒരു വർഷമാവുന്നു ഫസ്റ്റ് ആനിവേഴ്സറി. അപ്പൊ അന്ന് വലിയൊരു ഓഫീസിലായിരുന്നു ഞാൻ. അപ്പൊ പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ വീട്ടിൽ ഇല്ലായിരുന്നു. ചേച്ചി വരുമ്പോ, ഞാൻ ഓഫീസിൽ വരുമ്പോ ചേച്ചി ഇല്ലായിരുന്നു. ഞാൻ അവിടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ വരുന്ന വഴിക്ക് സാറിനെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ പുതിയൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അപ്പം 9 മണിക്ക് തന്നെ എത്തത്തില്ലയോ, അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ആള് വരും, പുതിയ അപ്പോയിന്റ്മെന്റ് വരും. അപ്പൊ ഞാൻ തന്നെ സാറിന്റെ കയ്യിൽ ചാവിയില്ല, ചാവി വീട്ടിലാണ്. അപ്പം സാറ് ഓഫീസിലെന്ന് ഞാൻ അറിയുന്നില്ല. കാരണം സാർ എന്നും അവിടെ കാണും എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല സാർ, എന്റെ കയ്യിൽ ചാവിയില്ല, ഞാൻ വീട്ടിൽ പോയി എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പിന്നെ വീട്ടിൽ പോയി എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാവേലിക്കരയിൽ നിന്ന് പുല്ലൂർ സ്റ്റാൻഡ് വരെ വരുന്ന സമയമുണ്ട്. പകുതി എത്തിയപ്പോഴാണ് സാറ് വിളിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞ് ആരാണോ, എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നിൽക്കുന്നത്. ആ സംഭവം ഇത്രയും നല്ലതായിരുന്നേ ഓർക്കുന്നത് കേട്ടോ. ഇത്രയും നല്ല ഒരു ദിവസം മറക്കാനാവാത്ത ദിവസമാണ്, ഒരിക്കലും മറക്കത്തില്ല. നല്ല ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ വന്നിങ്ങനെ ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ വരുന്ന ദിവസം തന്നെ ഓഫീസ് പൂട്ടി കിടക്കുന്ന, ആരുമില്ല, ഗേറ്റ് ഒക്കെ പൂട്ടി കിടക്കുന്നു. നീ ഇത് തന്നെയാണോ സ്ഥലം? അതിലൊരു സംഭവം ഉണ്ട്, എന്താണെന്നറിയോ? സാർ എന്റെ അടുത്ത് പറഞ്ഞ് വീട്ടിൽ പോയി എടുത്തിട്ട് വന്നു. അപ്പൊ ഞാൻ വീണ്ടും പുനലൂരിൽ ബസ് കയറി കരവാള് ഇറങ്ങി, വീണ്ടും കരവാള് വന്നിട്ട് ഒത്തിരി ലേറ്റ് ആവും. സാർ എന്റെ അടുത്ത് പറഞ്ഞ് വരുന്ന അതിന്റെ അടുത്ത് വിളിച്ച് പറയും, നമ്പറിലോട്ട് പറഞ്ഞ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇരിക്കാൻ പറയുന്നു പറഞ്ഞു. അപ്പൊ എനിക്കൊരു വിഷമം, ഇത് എങ്ങനത്തെ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഓഫീസിൽ വരെ ചെല്ലാം, ചെന്ന് അതിന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് സ്റ്റാൻഡിൽ ഇറങ്ങിയ ചേച്ചി അത്രയും നടന്ന് കേറി വന്ന്, അതാണ് എന്റെ ചേച്ചി. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ വരുമ്പോ ഒരാളിങ്ങനെ സ്കൂട്ടറിൽ നിപ്പോണ്ട് എന്ത് വേണം എന്നറിയാതെ ഇങ്ങനെ ഒരാൾ നടന്നു വരുന്നത്. അപ്പൊ ഞാൻ ഇത് തന്നെയാണ് ഇവിടുത്തെ ആള്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഞാൻ പോയി വീട്ടിൽ പോയിട്ട് ചേച്ചി അതിനെന്താ എന്റെ വണ്ടി കയറി നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ വണ്ടി കയറി വീട്ടിൽ പോയി. അത് വീട്ടിൽ പോയപ്പോഴത്തേന് ചാവി ഹസ്ബൻഡിന്റെ കയ്യിലാണ്, അവർ രണ്ടും കൂടെ സ്കൂട്ടിയിലാണ് വരുന്നത്. അപ്പൊ വീണ്ടും ഞങ്ങൾ വീട്ടിൽ വെയിറ്റ് ചെയ്ത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യമായിട്ട് കണ്ട ഞാൻ ചേച്ചി ബൈക്കിൽ കയറി അല്ല സ്കൂട്ടി കയറി ഞാൻ കൊണ്ടുപോകാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാന്ന് പറഞ്ഞപ്പം ധൈര്യത്തിൽ എന്നെ വിശ്വസിച്ച് കയറിയ അതാണ് ഞാൻ ആലോചിച്ചത്. കാരണം കൊണ്ട് തള്ളിമറിച്ച് ഇടുവോ, സ്കൂട്ടർ ഓടിക്കുകയൊക്കെ ചെയ്യുന്നോണ്ട് നമുക്ക്. എന്നാലും പൊതുവേ ഒരു ലേഡീസ് ഓടിക്കുന്ന വണ്ടിയിൽ പെട്ടെന്ന് ഒരാൾ കയറുമ്പോൾ അതിന് ബാലൻസ് ഉണ്ടാവും, കൊണ്ട് തള്ളിയിടുന്ന ഒരു പേര് പക്ഷെ ഇന്നവരെ ഞാൻ കൊണ്ട് തള്ളിയിട്ടിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് സ്കൂട്ടിയിലുള്ള യാത്ര ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. മഴയെത്തുന്നില്ല, വെയിലെത്തുന്നില്ല, മഴ നനഞ്ഞൊക്കെ ഞങ്ങൾ സ്കൂട്ടിയിൽ പ്രോഗ്രാം കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇരുട്ടത്ത് രാത്രി 7 മണി 8 മണി സമയത്തൊക്കെ നൂഡിൽസ് മേടിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ തൊളിക്കോട് വരെ സ്കൂട്ടിയിൽ പോയി വാങ്ങിച്ച് ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല വൈബ് കറക്റ്റ് സെറ്റായ ആൾക്കാരായിരുന്നു. പിന്നെ നമ്മള് കുറെ ദിവസം പുല്ലൂരിങ്ങനെ ഇരുന്ന് പുല്ലൂർ ഓഫീസിൽ നമ്മുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയ ആ ഒരു സ്നേഹം എന്ന് പറയാൻ പറ്റത്തില്ല, അതിലുപരി ഒരാഴ്ച കഴിഞ്ഞപ്പോ നമ്മൾ സ്പ്ലിറ്റ് ആയി. ചേച്ചി പുല്ലൂർ ഓഫീസിലും ഞാൻ അഞ്ചൽ ഓഫീസിലും. പക്ഷെ നമ്മൾ ഈ 2 സ്ഥലത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും എനിക്കൊന്ന് റിലേഷൻ ഒന്നും കൂടി നല്ല ബോണ്ട് കൂടിയതേ ഉള്ളൂ. പ്രോഗ്രാംസിന് കാണുമ്പോഴായാലും പിന്നെ എന്താണ് ജോലി ചെയ്യുന്ന 2 വ്യക്തികൾ എന്നതിലുപരി ചേച്ചി അനിയത്തിയാണ്. എന്തൊക്കെയോ ഒരു അതാണ് സാറ് പലതവണ മാം എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ടും ചേച്ചി നല്ല എന്റെ വായിൽ വരത്തില്ല. പിന്നെ രസം ഓർമ്മയുണ്ടോ, നമ്മള് സാറിന്റെ വണ്ടിയിൽ കേറാതെ മഴയത്ത് ഒരു മരണത്തിന് പോയിട്ട് വരുമ്പോ സാറ് കുറെ നിർബന്ധിച്ചു. ചേച്ചി എടുത്ത് പറഞ്ഞു എനിക്ക് റെയിൻകോട്ട് ഉണ്ടല്ലോ ചേച്ചി, എനിക്ക് കാറിൽ കയറാൻ പറഞ്ഞു. ഞാൻ റെയിൻകോട്ട് ഇട്ടായിരുന്നു. ഞാനും ഇട്ടില്ല. ചേച്ചി നനയുന്നോണ്ട് ഞാൻ റെയിൻകോട്ട് ഇട്ടില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫുൾ മഴയും നനഞ്ഞു. എവിടെ പ്രോഗ്രാം ഞങ്ങൾ സ്കൂട്ടിയിലായിരിക്കും. മഴ ആയാലും വെയിലായാലും കാറ്റായാലും ഇല്ലയോ, എന്തായാലും നമ്മുടെ സ്കൂട്ടിയിൽ തന്നെ ആയിരിക്കും. അതൊക്കെ ഒരു കാലം. അതൊക്കെ ഒരു കാലം. അല്ല ഇപ്പൊ ചൂടായതുകൊണ്ട് നമ്മള് സ്കൂട്ടി പോകുന്നില്ലല്ലോ, കാറിലാ പോകുന്നത്. പിന്നെ അത് നമ്മൾ തമ്മിലുള്ള. പിന്നെ ഈ ജോലിയെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് ജോലി? സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇവിടെ PRO എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കിട്ടുമ്പം ടീച്ചിങ് ആയിരുന്നല്ലോ പ്രൊഫഷൻ. അപ്പൊ PRO എന്നുള്ളൊരു പോസ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. എന്താണ് ഞാൻ അതിനു വേണ്ടിയാണ് ഈ ജോലി ജോയിൻ ചെയ്തത് തന്നെ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉണ്ടാകും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒന്ന് അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനാണ് ശരിക്കും ഞാൻ ഈ ജോലി കിട്ടിയപ്പോൾ അതിൽ ജോയിൻ ചെയ്തത്. വന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് ഒരുപാട് കഴിവുകൾ നമുക്ക് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ പുറത്തോട്ട് വന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്താനും അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി. സ്റ്റേജിലൊന്നും കയറി കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്, 1-2 വട്ടമൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെന്നല്ല, അല്ലാതെ സ്റ്റേജിൽ കയറി ഇങ്ങനെ പ്രസംഗിക്കാൻ അങ്ങനെയൊന്നുമുള്ള വലിയ സ്കില്ലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പം എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ ഒരു സ്പീച്ച് ഉണ്ടാകും, ഫെലിസിറ്റേഷൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും.
പിന്നെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ സാറായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. ഇപ്പം വന്ന് ഗ്ലാസ് പെയിന്റിങ്ങിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ കുറേശ്ശെ എടുക്കുന്നുണ്ട്. അപ്പം ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. വേറെ കുറേ കഴിവുകൾ അതിന്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൾക്കാരുമായിട്ടൊക്കെ ആ ഒരു സോഷ്യലി ഉള്ള കണക്ഷനൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ പറയാന്ന് പറഞ്ഞാൽ നമുക്കും ഈ പറഞ്ഞ കണക്ക് നമ്മൾ ആദ്യം ജോലിക്ക് വരുന്നു, നമ്മൾ മുമ്പ് ചെയ്യുന്നിടത്തുനിന്നും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോലികളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും പഠിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. അതിനെല്ലാം അമീന ഭയങ്കര ഹെൽപ്പായിരുന്നു എനിക്ക്. അങ്ങനെയല്ല, ഞങ്ങൾ മ്യൂച്വലി ഹെൽപ്ഫുൾ ആണ്. കാരണം എനിക്കറിയാത്ത ആദ്യം ഞാൻ ഇവിടെ വരുമ്പം ഫസ്റ്റ് സാർ ഞങ്ങൾക്ക് തന്ന ജോലി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ കൂടി കൂടുതലും ഫോണിൽ കോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ അധികം ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ആൾക്കാരായിട്ട് ഫോണിൽ സംസാരിച്ച് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ചേച്ചി ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കും ചേച്ചി എങ്ങനെയാണ് ഒരാളോട് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വിളിച്ച് സംസാരിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പം ഈ ജനപ്രതിനിധികളെയൊക്കെ വിളിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഈ വാർഡ് മെമ്പർമാരെ, പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിക്കുമ്പോൾ അവരോട് ചേച്ചി സംസാരിക്കുന്നത് ഞാൻ കേട്ട് ചേച്ചി എന്ത് പറയണം എന്ന് ചോദിച്ച് അത് കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ കോൾ ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പം എനിക്ക് കുഴപ്പമില്ല, ഇപ്പം അത് നമുക്ക് സെറ്റായി. പക്ഷെ ആദ്യം ചേച്ചിയാണ് എൻ്റെ ഗുരു ആ കാര്യത്തിലൊക്കെ. ഫോണിൽ കൂടി എങ്ങനെ സംസാരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടി വരും. ഒരു മറുപടി മതിയോ ദക്ഷിണ? മതി, ഒന്നുമില്ല, സ്നേഹം മാത്രം മതി. സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞാൽ സ്നേഹം എപ്പോഴും ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയാലോ. അതെന്നും ബന്ധം ഇവിടുത്തെ സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല, അല്ലാതെയാണ് നമ്മുടെ ആ ഒരു ബന്ധം നിൽക്കുന്നത്. അത് എല്ലാ കാലവും അത് അങ്ങനെ തന്നെ ഉണ്ടാകും. അതൊരു മാറ്റമുള്ള കാര്യമാണ്, ഒരിക്കലും മാറരുത്. അപ്പൊ നമ്മളെ ഈ ഒരു ദിവസത്തിനെ കുറിച്ച് പറയാൻ ഇത്രയൊക്കെയാണ് അല്ലേ? സത്യത്തിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ദിവസം പറയുന്നതുകൊണ്ടാണ് ഇത്രയും ഇൻസിഡൻസ് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും സ്ഥലത്ത് ആളുകളെ കണ്ടിട്ടുണ്ട്, ഇത്രയും ഒരു ആളുകളായിട്ട് കൂട്ടായിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എന്തോ ഇവിടെ നമ്മൾ NCDCയിൽ ജോലി ചെയ്യുന്നത് അമീനെന്നല്ല, എല്ലാരും ഒരേ മനസ്സോടെ അല്ലേ, എല്ലാരും വന്ന് ഒരു മാസം വർക്ക് ചെയ്തിട്ട് പോയ സ്റ്റാഫ് ആണെങ്കിൽ കൂടി നമുക്ക് ആ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിടയിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുകയും ആ ഒരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മളെ കൂടുതൽ സഹായിക്കുന്ന സാറാണ് സ്റ്റാഫുകളെ അങ്ങനെ ഒരുമിച്ച് നമ്മളെ സഹായിക്കുന്ന നമ്മളെ ബാബാ സാർ തന്നെയാണ്. സ്റ്റാഫുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ വേറെ ഒരു സ്ഥാപനത്തിലും ഉള്ള ഒരു പ്രോബ്ലംസ് ഇവിടെ ഇല്ല. ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ഒരാൾ കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്നതോ കൂടുതൽ വളർന്നു പോകുന്നതോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് അത് ഒരാളെ ഹെൽപ്പ് ചെയ്ത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതായിരിക്കും ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അപ്പൊ എന്നും ഈ ഒരു സംഭവം നമ്മുടെ സ്നേഹം ഇങ്ങനെ തീർച്ചയായിട്ടും ചേച്ചി എന്നും ഉണ്ടാവും.